ഹലോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പതിവിന് വിപരീതമായിട്ട് നമ്മളൊരു എന്താ പറയണ്ടേ കണ്ടിന്യൂസ് വീഡിയോസ് ആയിട്ടല്ല ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലെ ടെക്നോളജി ഫോർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ്സുകളിൽ എക്സാമിന് വരുന്ന ടോപ്പിക്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പം ഞാൻ ഇന്നിവിടെ പറയണത് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇന്ന് 5ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 1 ആണ് നോക്കണത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിനെന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ എന്തായാലും വരും ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോ ഇടുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യൂണിറ്റുകൾ മാത്രം നോക്കിയിട്ട് വീഡിയോസ് എടുത്തിടുകയാണ്. കാരണം ടൈം തീരെ കുറവാണ്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്കറിയാം 11th ടെക്നോളജി ഫോർ ഇൻഡസ്ട്രിയും 12th പ്രിൻസിപ്പിൾസുമാണ്. അപ്പം ഇത് രണ്ടും നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു സൈബർ ലോസ് ഇൻ ഇന്ത്യ. സൈബർ നിയമങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അതാണ് നമ്മളത് ആദ്യം പറയുന്നത്. എന്താണ് സൈബർ ലോ എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. ഇവയുടെ ആവശ്യകത എന്തെന്നാൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തോടൊപ്പം ഓൺലൈൻ ബാങ്കിങ്, ഇ കൊമേഴ്സ്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവയുടെ വർധനയോടൊപ്പം തന്നെ കുറച്ച് അപകടങ്ങളും പതിയിരിപ്പുണ്ട് അല്ലേ? ഹാക്കിംഗ്, ഐഡൻറ്റിറ്റി മോഷണം, ഡേറ്റ ചോർച്ച, ഫിഷിംഗ്, ഓൺലൈൻ തട്ടിപ്പ് ഇവയെല്ലാം ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളാണ് അല്ലേ? അപ്പോൾ ഇവയെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സൈബർ ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, സൈബർ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സുകളാണ് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഇലക്ട്രോണിക് ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുക, വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുക, ഡിജിറ്റൽ വിവരങ്ങളുടെ ദുരുപയോഗം തടയുക, സൈബർ കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കുക, സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇവയൊക്കെയാണ് ഇതിൻ്റെ സൈബർ ലോസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈബർ ലോസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന സൈബർ നിയമത്തെ പരിചയപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രധാന സൈബർ നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, IT ആക്ട് 2000 എന്ന് പറയും. ഇന്ത്യയിലെ സൈബർ നിയമങ്ങളുടെ അടിസ്ഥാന നിയമമാണ് ഇത്. ഇനി എന്താണ് IT ആക്ട് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. IT ആക്ട് ഇന്ത്യയിൽ 17 ഒക്ടോബർ 2000 പ്രാബല്യത്തിൽ വന്നു. സൈബർ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്ര നിയമമാണ് ഇത്. യൂണിസിട്രൽ അതായത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ അതിൻ്റെ ഒരു മോഡലിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് 1996 ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു IT ആക്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി IT ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ കരാറുകൾക്കും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും വ്യക്തമായ നിയമ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ഈ നിയമത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഈ ഒരു IT ആക്ട് ബാധകമാണ്. ചില സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സൈബർ കുറ്റങ്ങൾക്കും ബാധകമായേക്കാം. ഓക്കെ, അപ്പോൾ ഇനി IT ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് രേഖകൾക്കും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും നിയമ അംഗീകാരം നൽകുക. ഈ നിയമം ഇലക്ട്രോണിക് രേഖകൾക്കും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കും നിയമപരമായ സാധുത നൽകുന്നു. അതുവഴി പേപ്പർ രേഖകളില്ലാത്ത ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ഇ കൊമേഴ്സും ഇ ഗവേണൻസും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഓൺലൈൻ വ്യാപാരവും സർക്കാർ സേവനങ്ങളും എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ സമയം, ചെലവ് എന്നിവ ലാഭിക്കാം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുക.
അതായത് ഹാക്കിംഗ്, ഡേറ്റ മോഷണം, സൈബർ സ്റ്റോക്കിംഗ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നിശ്ചയിക്കുന്നു. 4ാമത്തെ ഒബ്ജക്റ്റീവ്സാണ് സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം ഉറപ്പാക്കുക. ഓൺലൈൻ ഇടപാടുകൾ സുരക്ഷിതമാക്കുകയും ഉപയോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 5ാമത്തെ പോയിൻ്റാണ് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത്. ഡേറ്റ ചോർച്ച, ഫിഷിംഗ്, ഓൺലൈൻ തട്ടിപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് IT Act 2000 കുറിച്ചിട്ടാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ്. അത് പറയുന്നത് IT Act വരുന്നതിന് മുമ്പ് പേപ്പർ രേഖകൾക്ക് മാത്രമേ നിയമ അംഗീകാരം ഉണ്ടായിരുന്നുള്ളൂ. ഈ നിയമം ഇലക്ട്രോണിക് രേഖകൾക്കും നിയമപരമായ അംഗീകാരം നൽകി. അതായത് ഓൺലൈൻ കരാറുകൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രേഖകൾ ഇവ കോടതിയിൽ തെളിവായി ഉപയോഗിക്കാം എന്നായി. 2ാമത്തേതാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. ഡിജിറ്റൽ രേഖകളുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഗുണങ്ങൾ എന്തെന്നാൽ രേഖ അയച്ച വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു, രേഖയിൽ മാറ്റം വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നു, അയച്ച വ്യക്തിക്ക് പിന്നീട് നിഷേധിക്കാനാവില്ല. ഇവയുടെ പ്രാധാന്യം ഓൺലൈൻ ബാങ്കിംഗ്, ഫയലിംഗ്, സർക്കാർ സേവനങ്ങൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് സൈബർ ക്രൈംസ് ആൻഡ് പെനാൽറ്റീസ്. അപ്പോൾ ഇനി പറയുന്നതാണ് സൈബർ ക്രൈംസ് ആൻഡ് പെനാൽറ്റീസ്. IT Act വിവിധ സൈബർ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുകയും അവയ്ക്ക് ശിക്ഷ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇനി പ്രധാന സൈബർ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത്. ഹാക്കിംഗ് എന്ന് വെച്ചാൽ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുന്നത്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്, മറ്റൊരാളുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിച്ച് ദുരുപയോഗം ചെയ്യുന്നത്. 3ാമത്തേതാണ് ഡേറ്റ തെഫ്റ്റ്, രഹസ്യ വിവരങ്ങൾ മോഷ്ടിക്കുന്നത്. പറയുന്നത് ഫിഷിംഗ്, വ്യാജ വെബ്സൈറ്റുകളോ ഇമെയിലുകളോ ഉപയോഗിച്ച് ബാങ്ക് വിവരങ്ങൾ തട്ടിയെടുക്കുന്നത്. സൈബർ സ്റ്റോക്കിംഗ്, ഇൻ്റർനെറ്റിലൂടെ ഒരാളെ നിരന്തരം ശല്യം ചെയ്യുകയോ പിന്തുടരുകയോ ചെയ്യുന്നത്. പബ്ലിഷിംഗ് ഒബ്സൻസ് മെറ്റീരിയൽ, അശ്ലീല ഉള്ളടക്കം ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇവയൊക്കെയാണ് പ്രധാന സൈബർ കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഗവേണൻസ് ആണ്. ഗവേണൻസ് എന്ന് പറയുമ്പോൾ IT Act ഗവേണൻസിൻ്റെ വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. ഇതിൻ്റെ പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി നൽകാൻ സഹായിക്കുന്നു. അപേക്ഷകർ ഇലക്ട്രോണിക് രീതിയിൽ സമർപ്പിക്കാം. ലൈസൻസുകളും നോട്ടീസുകളും ഡിജിറ്റലായി നൽകാം. സർക്കാർ രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കാം. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള നേട്ടങ്ങളാണ് പറയണത്. ഭരണ നടപടികൾ വേഗത്തിലാകുന്നു, കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നു, പൗരന്മാർക്ക് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു, പേപ്പർ ഉപയോഗം കുറയ്ക്കുന്നു. ഇവയൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് സർട്ടിഫയിങ് അതോറിറ്റികൾ. എന്താണ് സർട്ടിഫയിങ് അതോറിറ്റികൾ എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഒപ്പുകളുടെ വിശ്വാസ്യത, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ IT Act സർട്ടിഫയിങ് അതോറിറ്റികളെ സ്ഥാപിച്ചു. അവയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ DSC നൽകുന്നു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായ ഡിജിറ്റൽ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നു. അതായത് ഇതൊരു സർട്ടിഫയിങ്, അതായത് CCA കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് ആണ്. സർട്ടിഫയിങ് അതോറിറ്റികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് IPC, എവിഡൻസ് ആക്ട് എന്നിവയിലെ ഭേദഗതികളെ കുറിച്ചിട്ടാണ്. IT Act വന്നതോടെ നിലവിലുള്ള ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC ഉൾപ്പെടുത്തിയ കുറ്റകൃത്യങ്ങളാണ് ഇലക്ട്രോണിക് വ്യാജരേഖാ നിർമ്മാണം, ഇലക്ട്രോണിക് ഫോർജറി, സൈബർ തട്ടിപ്പ്, തിരിച്ചറിയൽ മോഷണമൊക്കെ IPC സെക്ഷനിൽ ഉൾപ്പെടുത്തി. 2ാമത്തേതാണ് ഇന്ത്യൻ തെളിവ് നിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഇലക്ട്രോണിക് രേഖകളും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ തെളിവുകളായി അംഗീകരിക്കാൻ തുടങ്ങി. അതുവരെ തെളിവുകളായിട്ട് അംഗീകരിക്കൽ ഇല്ലായിരുന്നു. പേപ്പേഴ്സൊക്കെ മാത്രമായിരുന്നു തെളിവായിട്ട് അംഗീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 3ാമത്തെ പറയുന്നത് എന്താണ്? ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് ആണ് 1891. ബാങ്കുകൾക്ക് രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കാനും ഹാജരാക്കാനും അനുമതി നൽകി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പരീക്ഷയ്ക്ക് നമ്മൾ കുറച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറയുന്നുണ്ട്. IT ആക്ട് 2000 ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ്. ഇലക്ട്രോണിക് രേഖകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമസാധ്യത നൽകുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷകൾ നിർദ്ദേശിക്കുന്നു. പിന്നെന്താണ്, ഗവർണൻസ് വികസിപ്പിക്കാൻ സഹായിക്കുന്നു. സർട്ടിഫയിങ് അതോറിറ്റീസ് മുഖേന ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് DSC നൽകുന്നു. IPC, എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് എന്നിവയിൽ ഭേദഗതികൾ വരുത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് IT ആക്ട് അടിത്തറയിട്ടു. ഇനി നെക്സ്റ്റ് വളരെ വലിയൊരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്, ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഓഫ് ദ IT ആക്ട് 2000. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നൊരു എലമെൻ്റാണ്. മസ്റ്റായിട്ടും ഇത് നോക്കി വെക്കുക. ഓക്കെ. ഇനി ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇലക്ട്രോണിക് ഇടപാടുകൾക്ക് നിയമസാധ്യത നൽകുന്നതിനുമായാണ് 2000 IT ആക്ട് നിലവിൽ വന്നത്. ഇതിൻ്റെ പ്രധാന വശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്, അതായത് ആസ്പെക്ട്സുകളാണ് പറയാൻ പോകുന്നത്. ഡിജിറ്റൽ ഒപ്പുകളും ഇലക്ട്രോണിക് രേഖകളും, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഡിജിറ്റൽ ഒപ്പുകൾ എന്താണ്? അയക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന സുരക്ഷിതമായ ഇലക്ട്രോണിക് കോഡുകളാണിവ. ഇലക്ട്രോണിക് രേഖകൾ എന്താണ്? സാധാരണ പേപ്പർ രേഖകൾ പോലെ തന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾക്കും കരാറുകൾക്കും ഈ നിയമം സാധ്യത നൽകുന്നു. പിന്നെന്താണ്, സൈബർ പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. സൈബർ ക്രൈംസ് അണ്ടർ ദ IT ആക്ട് പ്രകാരം ശിക്ഷാർഹമായ ചില പ്രധാന സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഹാക്കിംഗ് അല്ലേ, സെക്ഷൻ 66 അത് ഉൾപ്പെടുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുകയോ അവയ്ക്ക് കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുക. വ്യാജരേഖ ചമയ്ക്കലും ഐഡൻറ്റിറ്റി മോഷണവുമാണ് രണ്ടാമത് പറയുന്നത്. സെക്ഷൻ 66 അത് ഉൾപ്പെടുന്നത്. മറ്റൊരാളുടെ ഡിജിറ്റൽ ഒപ്പോ, അതായത് സൈനോ, വ്യക്തിഗത വിവരങ്ങളോ, അതായത് പാസ്വേഡ് ഓർ പിന്നോ മോഷ്ടിക്കുക. ഇവ എന്താണ്? സൈബർ കുറ്റകൃത്യങ്ങളാണ്. നെക്സ്റ്റ് സൈബർ പോണോഗ്രഫിയാണ്. സെക്ഷൻ 67 ഇത് ഉൾപ്പെടുന്നത്. അശ്ലീല ദൃശ്യങ്ങളോ വിവരങ്ങളോ ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുക എന്നുള്ളതും ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. വ്യാജ വെബ്സൈറ്റുകളോ ഇമെയിലുകളോ ഉണ്ടാക്കി ബാങ്ക് വിവരങ്ങളും പാസ്വേഡുകളും തട്ടിയെടുക്കുക, അതൊരു കുറ്റകൃത്യമാണ്. നെക്സ്റ്റ് വൈറസ് ആക്രമണങ്ങളാണ്. കമ്പ്യൂട്ടർ ശൃംഖലകളെ തകർക്കാൻ വൈറസുകൾ പരത്തുക, അതൊരു സൈബർ കുറ്റകൃത്യമാണ്. ഇനി പറയുന്നത് എന്താണ്? പിഴകളും നിയമ നടപടികളുമാണ് പറയുന്നത്. പെനാൽറ്റീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻ. കുറ്റകൃത്യത്തിൻ്റെ തീവ്രത അനുസരിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾക്ക് നാശനഷ്ടം വരുത്തുന്നവർക്ക് 1 കോടി രൂപ വരെ സാമ്പത്തിക പിഴയും 3 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. തർക്കങ്ങൾ പരിഹരിക്കാൻ സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് ഗവേണൻസിനെ കുറിച്ചിട്ടാണ്. സർക്കാർ വകുപ്പുകൾക്ക് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ സേവനങ്ങൾ നൽകാനും രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കുന്നു. ഇനി പറയുന്നത് എന്താണ്? സർട്ടിഫയിങ് അതോറിറ്റികളെ കുറിച്ചാണ്. എന്താണ്? ഡിജിറ്റൽ ഒപ്പുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കൺട്രോൾ ഓഫ് സർട്ടിഫൈഡ് അതോറിറ്റീസ് മേൽനോട്ടം വഹിക്കുന്നു, CCA. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് മറ്റ് നിയമങ്ങളിലെ ഭേദഗതികളാണ്. IT ആക്ട് വന്നതോടെ ഇന്ത്യൻ പീനൽ കോഡ് IPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 എന്നിവയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി കുറേ കേസ് സ്റ്റഡീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ചില പ്രധാന സൈബർ കേസുകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് Bazi.com കേസാണ്. 2004 Bazi.com കേസ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ IIT ഖരഗ്പൂരിലെ ഒരു വിദ്യാർത്ഥി Bazi.com എന്ന ഓൺലൈൻ മാർക്കറ്റിൽ ഒരു അശ്ലീല വീഡിയോ ക്ലിപ്പ് വിൽപ്പനയ്ക്കായി അപ്ലോഡ് ചെയ്തു. ഇതിനെതിരെ നടപടിയെടുത്തത് വെബ്സൈറ്റ് CEO ആയ അവനീഷ് ബജാജിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റുകൾ പോലെയുള്ള ഇടനിലക്കാരുടെ ഇൻ്റർമീഡിയറീസിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ കേസ് ഒരു കാരണമായി. ഇത് പിന്നീട് ഇടനിലക്കാരുടെ ബാധ്യതകൾ വ്യക്തമാക്കുന്ന നിയമ ഭേദഗതികളിലേക്ക് നയിച്ചു.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോണോഗ്രഫിയെക്കുറിച്ചിട്ട് സെക്ഷൻ 67 അശ്ലീല ദൃശ്യങ്ങളോ വിവരങ്ങളോ ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേസ് ഫയൽ രജിസ്റ്റർ ചെയ്തതും അയാളെ അറസ്റ്റ് ചെയ്തതും. ഓക്കെ, അപ്പോൾ അതങ്ങനെ അശ്ലീല വീഡിയോ എടുത്ത് ഒരു വെബ്സൈറ്റിലിടുമ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്യുകയും ഉടനെ അത് നിയമ നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. അത് എന്തിൻ്റെ സെക്ഷനിലായിരുന്നു? സൈബർ പോണോഗ്രഫി, സൈബർ കുറ്റകൃത്യമായിട്ട് ഏറ്റെടുത്ത് അണ്ടർ സെക്ഷൻ 67 അത് എന്ത് ചെയ്തത്? കേസ് ഫയൽ രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത് പറയുന്നത് സോണി സംബന്ധ് കേസാണ്. ഇത് 2004 Bazi.com കേസ്, 2004. അതിന് മുമ്പുള്ളൊരു കേസാണ് 2002 സോണി സംബന്ധ് കേസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരാൾ വ്യാജ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് സോണി സംബന്ധ് വെബ്സൈറ്റിൽ നിന്നും 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങി നോയിഡയിലെ ഒരു വിലാസത്തിലേക്ക് അയപ്പിച്ചു. അല്ലേ, എന്താ അടിപൊളിയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? വിധി വന്നപ്പോൾ ഓൺലൈൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉപഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിലും കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഈ കേസ് അടിവരയിട്ടു. സോണിക്ക് തന്നെയായിരുന്നു കോടതിയിൽ സോണി പറഞ്ഞത് അവർക്ക് നോർമലായിട്ടുള്ള ഒരു കസ്റ്റമറായിട്ട് തോന്നിയത് കൊണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്ന് സോണി പറയുകയുണ്ടായി. പക്ഷേ കോടതി നിർദ്ദേശിച്ചത് പൂർണ്ണമായി ജാഗ്രത അല്ലെങ്കിൽ പൂർണ്ണമായ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇടപാടുകൾ നടത്താൻ പാടുള്ളായിരുന്നു. ഇതെല്ലാം ബാധകമായിരിക്കുന്നത് സോണിക്ക് തന്നെയാണെന്നാണ് കോടതി അന്ന് ഉത്തരവിട്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈറ്റുകളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഈ കേസ് ഒരു വഴിത്തിരിവായി. അതോടുകൂടി ഈ മൂന്നാമത്തെ ഒരു കേസാണ് പറയുന്നത് ആരുഷി കൊലക്കേസ്, ഇരട്ട കൊലപാതക കേസ്. അത് 2008 നോയിഡയിലെ ആരുഷി തൽവാർ കൊലപാതക കേസിൽ ഇമെയിലുകൾ, കോൾ റെക്കോർഡുകൾ, ഇൻ്റർനെറ്റ് ലോഗുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ പ്രതികളുടെ ടൈം ലൈൻ കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഡിജിറ്റൽ ഫോറൻസിക്സ് തെളിവുകൾക്ക് കോടതിയിലുള്ള നിയമസാധ്യത തെളിയിക്കാൻ ഈ കേസ് തെളിയിച്ചു എന്നുള്ളതാണ്. അതായത് അന്നത്തെ എന്താ പറയണ്ടേ, അതുവരെയുള്ള കോടതിയിൽ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സുകളൊന്നും തെളിവായിട്ട് ഹാജരാക്കുക അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കേസ് വന്നപ്പോൾ ഇതിനെല്ലാം ഈ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് പ്രതികളെ കണ്ടെത്താനുള്ള ഒരു വഴിത്തിരിവായി. അതോടുകൂടി എന്തായി? ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കാം എന്നുള്ള ഒരു രീതി വന്നു. അപ്പോൾ അതാണ് ആ കേസ് സ്റ്റഡിയിൽ പറയുന്നത്. ഈ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ ലോസിനെ കുറിച്ചിട്ടാണ്. സമൂഹത്തിലും വ്യവസായത്തിലും സൈബർ നിയമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത് പറയുന്നത് ബിസിനസ്സും കൊമേഴ്സും അല്ല, ബിസിനസ് ആൻഡ് കൊമേഴ്സ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേടിഎം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കളുടെ പണവും വിവരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ സൈബർ നിയമങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് സർക്കാർ സേവനങ്ങളും ഗവേണൻസും. ആധാർ, ഡിജിലോക്കർ, ക്രാന്തി തുടങ്ങിയ പദ്ധതികൾ സുരക്ഷിതമായി നടപ്പിലാക്കാൻ നിയമപരമായ പരിരക്ഷ നൽകുന്നു. മൂന്നാമത്തേതാണ് ഡേറ്റ സംരക്ഷണം. ബാങ്കിങ്, ടെലികോം, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഹാക്കർമാരിൽ നിന്നും സൈബർ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. നാലാമത്തേതാണ് തൊഴിലവസരങ്ങൾ. ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ വൻകിട IT കമ്പനികളുടെ വളർച്ചയ്ക്കും ബൗദ്ധിക സ്വത്തവകാശം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും സംരക്ഷിക്കുന്നതിനും സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് സൈബർ ലോസിന് നമുക്ക് നമ്മുടെ സമൂഹത്തിലും വ്യവസായത്തിലും ഒക്കെ ഉള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ നേരിടുന്ന പ്രധാന സൈബർ വെല്ലുവിളികളാണ് പറയുന്നത്. ചലഞ്ചസ് ഓഫ് സൈബർ ലോ. അതിലൊന്നാമതായിട്ട് പറയുന്നത് തന്നെ എന്താണ്? ജനങ്ങളിൽ അവബോധമില്ലായ്മയാണ്. അതായത് ലാക്ക് ഓഫ് അവെയർനെസ്. ഗ്രാമങ്ങളിലും അർദ്ധനഗരങ്ങളിലുമുള്ള പലർക്കും തങ്ങളുടെ ഡിജിറ്റൽ അവകാശങ്ങളെക്കുറിച്ചോ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചോ കൃത്യമായ അറിവില്ല. രണ്ടാമത്തേതാണ് സങ്കീർണമായ സൈബർ കുറ്റകൃത്യങ്ങൾ. റാൻസം വെയർ, ഡീപ്പ് ഫേക്ക്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക പ്രയാസമേറിയതാണ്. മൂന്നാമത്തേതാണ് അതിർത്തി തർക്കങ്ങൾ. ഒരു രാജ്യത്തിരുന്ന് മറ്റൊരു രാജ്യത്തിലെ സെർവറുകൾ ഉപയോഗിച്ച് വേറൊരു രാജ്യത്തിലെ വ്യക്തിയെ ആക്രമിക്കുമ്പോൾ ഏത് രാജ്യത്തിലെ നിയമം നടപ്പിലാക്കണം എന്നതിൽ സങ്കീർണതയുണ്ട്. നാലാമത് പറയുന്നത് വ്യക്തിവിവര ചോർച്ചയും നിരീക്ഷണവുമാണ്.
സ്വകാര്യ കമ്പനികളും സർക്കാരും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമോ, പ്രൈവസി ലംഘിക്കപ്പെടുമോ എന്ന ആശങ്ക ശക്തമാണ്. 2017 സുപ്രീം കോടതിയുടെ പുട്ടസ്വാമി കേസ് വിധി സ്വകാര്യത വ്യക്തിയുടെ മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സൈബർ ലോസ് നേരിടുന്ന വെല്ലുവിളികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് ഞാൻ നോക്കുന്നത് ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റാണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.